ഇന്നുച്ചയ്ക്ക് 1:39 അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ വിമാന അപകടത്തിലെ 242 യാത്രക്കാരും മരിച്ചു. 1:39 അത് ഉച്ചയ്ക്ക് ഉയർന്നു പൊങ്ങി 800 അടിയോളം പൊങ്ങിയിട്ടുണ്ടാവും. 687 കണക്കും വരുന്നുണ്ട്. അതിനുശേഷം അത് താഴേക്ക് പറന്നു. ഒരു അപായ സൂചനയുടെ മെസ്സേജ് അവിടുത്തെ ട്രാഫിക് കൺട്രോളിൽ എത്തി. വിമാന അപകടം ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു 5 നിലയിലുള്ള ഒരു ഹോസ്റ്റലിൻ്റെ പുറത്തേക്ക് ചെന്ന് പതിക്കുകയും ചെയ്തു. 5 MBBS കുട്ടികൾ മരണമടഞ്ഞു. 50ഓളം പേർക്ക് ഹോസ്റ്റലിൽ ഉള്ള കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോസ്റ്റലിലെ ഉച്ചയ്ക്ക് ഊണ് സമയമായിരുന്നു. താഴ്ന്നു പറന്ന് ഇത് ആ കെട്ടിടത്തിൽ ഇടിച്ച് കയറി. അങ്ങനെയാണ് അവിടുത്തെ 5 MBBS കുട്ടികൾ മരിച്ചത്. 50 പേർക്ക്, നഴ്സിംഗ് വിദ്യാർത്ഥികളടക്കം 50 പേർക്ക് പരിക്കേൽക്കുണ്ടായി. ഇതിനകത്ത് 242 യാത്രക്കാരും മരിച്ചു. അതിനകത്ത് 11 കുട്ടികളുണ്ട്, 2 കൈക്കുഞ്ഞുങ്ങളുണ്ട്, 104 പുരുഷന്മാരും 112 സ്ത്രീകളും. ഒരു മലയാളി മരണപ്പെട്ടു. കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങഴ രഞ്ജിത ആർ നായർ എന്ന ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന നഴ്സാണ് മരിച്ചത്. 40 വയസ്സ് പ്രായമുണ്ട്. ഇന്ത്യയിലെ നടന്ന വലിയ വിമാന അപകടങ്ങളിൽ ഏറ്റവും വലുതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. 242 പേരും മരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ രൂപവാണിയാണ് മരണപ്പെട്ട മറ്റൊരാൾ. ഈ സംഭവത്തിന് മുമ്പ് ഏകദേശം 164 പേർ മരിച്ച ഒരു സംഭവം ഗുജറാത്തിലുണ്ട്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ഗുജറാത്തിൽ പോയതാണ് അപകടത്തിൽപ്പെട്ടത്. അത് 1988 ഇന്ത്യയിൽ ഇതുവരെ ഏകദേശം 65 വർഷത്തിനുള്ളിൽ വിമാനാപകടം 19 വിമാനാപകടം ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതും. 1449 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഇനി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഉയർന്നു പൊങ്ങി 800 അടിയോളം വന്നിട്ട് പാരലായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അത് ഉയരുന്നില്ല, താന്ന് പറക്കുന്നു എന്നുള്ള മെസ്സേജ് അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് പൈലറ്റ് പറയുകയും അപകടം നടക്കുകയും ചെയ്തു. ഇനി എന്ത് സംഭവിച്ചു എന്ന് ഇനിയുള്ള DGCA അത് ഇന്ത്യയിലെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ എന്താണ് സംഭവിച്ചത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതിനകത്ത് സഞ്ചരിച്ച 242 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ്. ആരും രക്ഷപ്പെട്ടില്ല. വിമാനം ഉയർന്ന് പൊങ്ങാൻ ശ്രമിച്ചപ്പം പൊങ്ങാതെ അത് പാരലായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്ന് അങ്ങ് ഇടിച്ച് എക്സ്പ്ലോഡ് ചെയ്യുകയായിരുന്നു. നമ്മൾ തീപ്പുകയെല്ലാം ചാനലിൽ കാണുന്നുണ്ട്. ആരും രക്ഷപ്പെടില്ല എന്ന് നമുക്കറിയാം. അത് ഔദ്യോഗികമായിട്ട് ഇപ്പം ബോംബെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 242 പേരും മരണപ്പെട്ടു. അതുകൂടാതെ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 MBBS വിദ്യാർത്ഥികളും മരണപ്പെടുകയുണ്ടായി. ഈ യാത്രയിൽ നമ്മുടെ 169 പേര് ഇന്ത്യക്കാരാണ്, 51 പേര് ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് നാഷണാലിറ്റി ഉള്ളവരാണ്. ഒരാൾ കനേഡിയനാണ്, 7 പേര് പോർട്ടുഗീസുകാരാണ്. ഈ സംഭവം നമ്മളെ ഞെട്ടലുണവാക്കുന്നു. കാരണം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് ഇതിന് വലിയ പഴക്കമില്ലാത്ത ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണിത്. അതിൻ്റെ ക്യാപ്റ്റന് സുമിൽ സബർവാൾ എന്ന വ്യക്തി ഏകദേശം 8200 മണിക്കൂർ വിമാനം പറപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കോ പൈലറ്റ് ക്ലൈവ് കുന്തർ എന്നയാൾ, അദ്ദേഹം ഏകദേശം 1200 മണിക്കൂർ ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ട്. അപ്പം രണ്ടും എക്സ്പീരിയൻസ്ഡായ പൈലറ്റുമാർ. അവരുടെ ഒരു മിസ്റ്റേക്ക് ഇതിനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് അധികം പഴക്കമില്ല. 11 വർഷം മാത്രമേ ഈ ഫ്ലൈറ്റിന് പഴക്കമുള്ളൂ. നേരത്തെ ബോംബെയിൽ നിന്ന്
ഗുജറാത്തിലേക്ക് പോയ 168 പേര് മരിച്ച സംഭവത്തില് അത് ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റിന് നല്ല പഴക്കമുണ്ടായിരുന്നു. ഇപ്പൊ ആ കാര്യത്തിൽ ടെക്നിക്കലായിട്ട് ആ ഫ്ലൈറ്റിന് എന്തെങ്കിലും തകരാറുണ്ടെന്ന് നമുക്ക് പറയാനൊക്കില്ല. അത് മുഴുവൻ അവിടെ പരിശോധിച്ചിട്ട് ഉയർന്ന് പൊങ്ങി പാരലായിട്ട് പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇനിയുള്ള അന്വേഷണത്തിലെ കണ്ടെത്താൻ കഴിയുള്ളൂ. പക്ഷേ പൈലറ്റ് കൃത്യമായിട്ട് അവർ കൺട്രോൾ ടവറിൽ പറഞ്ഞിരിക്കുന്നു, അപായം വരുന്നു. അങ്ങനെ അദ്ദേഹം ആ മെസ്സേജ് അങ്ങ് പാസ് ചെയ്തു. അതിനു മുമ്പ് അത് പാരലായിട്ട് ഗ്രൗണ്ടിൽ കൂടെ താഴ്ന്ന് പറന്ന് ഇടിച്ച് എക്സ്പ്ലോർ ചെയ്ത് പോയി. എന്താണ് അദ്ദേഹം കണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഫ്ലൈറ്റ് താഴോട്ട് പോകുന്നു എങ്കിൽ അത് എന്ത് സംഭവിച്ചു, മെക്കാനിക്കലായിട്ടുള്ള എന്തെങ്കിലും ട്രബിളാണോ, അതോ ഇതിനകത്ത് മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ടായതാണോ, അത് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയല്ലേ വരുള്ളൂ. കാരണം 242 പേരും മരണപ്പെട്ടു. അത് ഗുജറാത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ഫ്ലൈറ്റാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പൊതുവെ ലോകത്തിലെ ഏറ്റവും നല്ല ഫ്ലൈറ്റുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അത് വളരെ സേഫ്റ്റിയാണ് എയർ ഇന്ത്യയിൽ. അതുകൊണ്ട് ഇതിനകത്ത് അപകടം ഉണ്ടാകുമെന്ന് ആ യാത്രക്കാരും ഒരിക്കലും കരുതിയിരുന്നേ ഇല്ല. ഈ നഴ്സ് ഇംഗ്ലണ്ടിൽ കുറെ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്ന രഞ്ജിത ആർ നായർ അവര് വീട്ടിൽ വന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. അവരും ആ ലീവ് കഴിഞ്ഞ് വന്നിട്ട് ഗുജറാത്തിൽ നിന്ന് ആണ് അവര് ഇംഗ്ലണ്ടിലേക്ക് പോയത്. ലണ്ടൻ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 6:10 അവിടെ ഇറങ്ങേണ്ടതാണ്. പക്ഷേ സംഭവിച്ചത് എല്ലാവരും ആ ഫ്ലൈറ്റിന്റെ അപകടത്തിൽ ഒന്നിച്ച് മരണപ്പെട്ടു. ആ എക്സ്പ്ലോഷൻ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും വലിയ ദുരന്തങ്ങളാണ് ആ കുടുംബാംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് അവരോടെല്ലാം നമ്മുടെ അനുശോചനവും നമ്മുടെ പ്രാർത്ഥനയും ആ കുടുംബാംഗങ്ങളോടൊക്കെ അറിയിക്കാനും അതുമാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഇതിനകത്ത് 2 കുഞ്ഞു കൊച്ചുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളാണ് 2 പേര്. 8 കുട്ടികൾ വിമാനത്തിലുണ്ട്, 11 കുട്ടികളോളമുണ്ട്. എന്തായാലും പറഞ്ഞ ഉടനെ ഒരു അപായ മുന്നറിയിപ്പ് പൈലറ്റ് കൊടുത്തു എന്നുള്ളത് അത് എന്ത് രീതിയിലുള്ള അപായ മുന്നറിയിപ്പാണ് എന്ന് നമുക്കറിയില്ല. അത് അവിടുത്തെ കൺട്രോൾ റൂമിൽ അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നു അപകടം എന്നുള്ള രീതിയിലുള്ള കോഷൻ അദ്ദേഹം ആ സമയത്തിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ കൊടുത്തു. 1:39 പൊങ്ങിയത് അത് 1:44 ആ ഫ്ലൈറ്റ് താന്ന് പറന്ന് അപകടം ഉണ്ടായെന്നുള്ളതാണ്. 5 മിനിറ്റ് കൂടുതൽ ഫ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇനിയുള്ള 1-2 ആഴ്ചക്കുള്ളിൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിൻ്റെ ഡിബ്രീസിനെ അവിടെ മുഴുവൻ പരിശോധിച്ച് അതിനകത്ത് കിട്ടാവുന്ന എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്ത ശേഷം മാത്രമേ അതിലൊരു ഫൈൻഡിങ്ങിൽ എത്തുകയുള്ളൂ. അപ്പോൾ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിനാണ് അന്വേഷണം അവർ നടത്തിയിട്ട് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും ഇതിനകത്ത് ചില ഇൻഡിക്കേഷൻ മാത്രമേ ഇതുവരെ നമുക്ക് മനസ്സിലായൂ. അപകടം മണത്തു ആ പൈലറ്റ്, അത് ആ കൊടുത്ത വിവരം എത്ര സെന്റൻസ് ഉണ്ട് എന്ന് അറിയില്ല. എന്തായാലും അത് കൺട്രോൾ ടവർ കിട്ടിയിരിക്കുന്നു. എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ.